നമസ്കാരം. ബിസിനസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വ്യക്തികൾക്ക് തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കാം. ശരിക്കും ഇവിടെ തൊഴിലില്ലായ്മയാണോ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്, അതോ അവസരങ്ങൾ, നമ്മുടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളാണോ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്? ശരിക്ക് നമ്മൾ പഠിക്കുവാനും നമ്മൾ കൂടുതൽ പഠിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഒരുപാട് അവസരങ്ങളാണ്. കാരണം ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ ടെക്നോളജി നമ്മൾ വളരെ വലിയ രീതിയിൽ കാലഘട്ടം മാറിക്കൊണ്ട് ഈ സമൂഹം വളരെ രീതിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സമൂഹത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറാൻ തയ്യാറാവുന്നതനുസരിച്ച് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞത് ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമാണ്. കഴിഞ്ഞ വർഷങ്ങൾ മുമ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ളത്. എന്നാൽ ഇന്ന് എടുത്തു കഴിഞ്ഞാലോ, കഴിഞ്ഞ ഈ ഒരു വർഷം ഫെബ്രുവരി 19 മോണിറ്ററിംഗ് മെക്കാനിസം നടന്നതിന് ശേഷം ഒരുപാട് കമ്പനികൾ ലിസ്റ്റ് ചെയ്യുകയും ആ കമ്പനികളിൽ മോണിറ്ററിംഗ് നടത്തി വളരെ കുറച്ച് കമ്പനികളെ മാത്രം, ഗവൺമെൻറ്റിൻ്റെ റൂൾസ് അനുസരിച്ച് പോകുന്ന കുറച്ച് കമ്പനികളെ മാത്രം തിരഞ്ഞെടുക്കുന്നു. എന്നാൽ നമ്മുടെ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടിങ് രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ഈ പ്ലാറ്റ്ഫോമിൽ. ഇന്ന് ഞാൻ ഏറ്റെടുത്തിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്കറിയാം, ഒരു ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള കമ്പനി ഏത് വ്യക്തിയുടെ മൈൻഡിലും ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് മാർക്കറ്റിലേക്ക് സെല്ല് ചെയ്യുക എന്നതാണ്. പക്ഷേ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിന് പുറമെ ഒരുപാട് പ്രൊജക്റ്റുകൾ, ഒരുപാട് അവസരങ്ങളും കൂടി അടങ്ങിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ, ഈ കമ്പനിയുടെ പേര് എന്ന് പറഞ്ഞാൽ ഓക്സിജനോ ഇന്റർനാഷണൽ ബിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്കറിയാം 2018 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഏകദേശം 7 വർഷം കഴിഞ്ഞ് 8ാമത്തെ വർഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പറായിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഇത്രത്തോളം വർഷം ഈ കമ്പനിയുടെ ഒരുപാട് നല്ല രീതിയിലുള്ള, അല്ലെങ്കിൽ കേരളം അടങ്ങുന്ന പുറം സംസ്ഥാനങ്ങളിലും നല്ല രീതിയിലുള്ള മൂവിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി കൂടുതൽ അറിയുന്ന അല്ലെങ്കിൽ കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ ഞാൻ എന്ത് ചെയ്യട്ടെ, എൻ്റെ നമ്പർ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇന്ന് ഈ സമൂഹത്തിന് ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് എന്താണ്, ഈ ഓക്സിജനോ ഇന്റർനാഷണൽ ബിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി കൊണ്ട് എന്താണ് ഓരോ സമൂഹത്തിന് വേണ്ടിയും ഈ ഒരു കമ്പനി കാണുന്നത് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് ഇനി ഒരുപാട് വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾ എൻ്റെ ഈ ഒരു വാക്ക് കേൾക്കുന്ന ഈ ഒരു കമ്പനി നിങ്ങൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പനിയുമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും. അതുപോലെ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഒരുപാട് വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. നിങ്ങൾക്ക് എപ്പോഴാണോ ഈ ഒരു പ്ലാറ്റ്ഫോം ഓക്കെ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഇതിനെ ചൂസ് ചെയ്ത് നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു അവസരം എന്ന് തരുന്നത്. അപ്പോൾ ഇന്ന് എന്നെ ശ്രദ്ധിച്ചുള്ള എല്ലാ വ്യക്തികളോടും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.